ഹൈ ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ സെറ്റ് എക്സാം അടുത്ത ഞായറാഴ്ച നമ്മൾ സെറ്റിൻ്റെ എക്സാം എഴുതാനായിട്ട് പോകേണ്ടവരാണ്. അപ്പം നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ഉറപ്പായിട്ടും നിങ്ങളെ സഹായിക്കും. അപ്പോൾ അതിലേക്ക് നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള കറണ്ട് അഫയർ സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. കൂടുതലായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഫുൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ ലൈവ് സെക്ഷൻസ് നമ്മളുടെ ബാച്ചിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെതായ തിരക്കുകളുള്ളതുകൊണ്ടാണ് പൂർണ്ണമാക്കാൻ പറ്റാത്തത്. എങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് നമ്മൾ മാക്സിമം യൂട്യൂബിലും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കൃത്യമായിട്ട് കണ്ടുപോകാം. ഫസ്റ്റ് വൺ, ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് as CEO ഓഫ് നീതി ആയോഗ്. നീതി ആയോഗ് എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, അതായത് നമ്മളുടെ പ്ലാനിംഗ് കമ്മീഷൻ, ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നതാണ് നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. 1 ജാനുവരി 2015 ഇത് സ്ഥാപിതമായത്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. നമ്മളുടെ മിനിസ്റ്റർ ഓഫ് പ്ലാനിങ്ങിന്റെ അണ്ടറിലാണ് ഇത് നിൽക്കുന്നത്. ദെൻ ഇതിന്റെ ചെയർമാൻ എപ്പോഴും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. സോ നരേന്ദ്രമോദിയാണ് ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, നരേന്ദ്രമോദിയാണ് ചെയർമാൻ. ഇനി വൈസ് ചെയർമാൻ ഓർത്തു വെക്കണം, വൈസ് ചെയർമാൻ സുമൻ ബെറി ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമുക്കറിയാം അപ്പോയിൻമെന്റ് നടന്നിട്ടുണ്ട്. അശോക് കുമാർ ലാഹിറിയാണ് ഇപ്പോൾ നിലവിൽ വൈസ് ചെയർമാൻ. പക്ഷെ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചിട്ട് എന്തായാലും കുറച്ച് നാളുകളായിട്ടുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന അശോക് കുമാർ ലാഹിറി ഇതിനകത്ത് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ അശോക് കുമാറിന് ഇപ്പോഴത്തെ വൈസ് ചെയർമാനായിട്ട് നോക്കിക്കൊണ്ട് പോയാൽ ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കാം, വൈസ് ചെയർമാൻ ശരിക്കും സുമൻ ബെറി ആയിരുന്നു. ഇപ്പോൾ അശോക് കുമാർ ലാഹിറിയാണ്. ദെൻ അതുപോലെ തന്നെ CEO എന്ന് പറയുന്നത് ശരിക്കും നിധി ചിബ്ര ആയിരുന്നു. ഇപ്പോൾ ശരിക്കും ആരെന്ന് വെച്ചാൽ അനുരാഗ് ജെയിനാണ്. അപ്പോൾ ഇത് രണ്ടും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഓർത്തു വെക്കാനായിട്ട് സുമനും അശോകും ഓർത്തു വെക്കുക. സുമയും അശോകും നമുക്കറിയാവുന്ന, ഇപ്പോൾ നമ്മൾ ന്യൂമോണിക്സ് ഒക്കെ പറയില്ലേ, എപ്പോഴും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് നമുക്ക് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ ഓർത്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെക്കാം, സുമയും അശോകും അനുരാഗത്തിലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? അവർക്കൊരു നിധി കിട്ടി. സുമയും അശോകും എന്തായിരുന്നു? അനുരാഗത്തിലായിരുന്നു. അപ്പോൾ അവർക്കൊരു നിധി കിട്ടി. മറക്കാൻ സാധ്യതയില്ല. സുമയും അശോകും അനുരാഗത്തിലായിരുന്നു, അവർക്കൊരു നിധി കിട്ടി. അപ്പോൾ ഈ 4 പേരെയും കിട്ടും. നമുക്ക് പ്രധാനപ്പെട്ട കുറെ ഓർഗനൈസേഷൻ ഹെഡുകളെ നോക്കി പോകാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേത് സഞ്ജയ് മൽഹോത്ര, ISROയുടേത് ഡോക്ടർ വി നാരായണൻ, RBIയുടേത് സഞ്ജയ് മൽഹോത്ര, ISROയുടേത് ഡോക്ടർ വി നാരായണൻ, DRDO നമ്മളുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട DRDO ചെയർമാൻ സമീർ വി കമ്മത്ത്, UPSCയുടെ ചെയർമാൻ ആണെങ്കിൽ ഡോക്ടർ അജയ് കുമാർ, സെബിയുടേത് തുഹിൻ കാണ്ട പാണ്ഡെ, CBIയുടേത് പ്രവീൺ സൂഡ്, ദെൻ റോ ചീഫ് പരാഗ് ജെയിൻ, IB ഇന്റലിജൻസ് ബ്യൂറോ മഹേഷ് ദീക്ഷിത് ആണ്. ദെൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറാണ്. ഓർത്തു വെക്കാം, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ് ജ്ഞാനേഷ് കുമാർ ആണ്. ദെൻ അതേ സമയത്ത് ഇന്ത്യയിലെ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ ഓർത്തു വെക്കണം, വിവേകും സുഖ്ബീറും. ഓർത്തു വെക്കാം, വിവേകും സുഖ്ബീറും ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആണ്. ചീഫ് ആരാണ്? ജ്ഞാനേഷ് ആണെങ്കിൽ ആരാണ്? ഈ പറയുന്ന വിവേകും സുഖ്ബീറും ആണ് മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ്. ദെൻ കേരളത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ ആണെന്ന് വെച്ചാൽ അത് ശേഷാദ്രിനാഥൻ N ആണ്. ശേഷാദ്രിനാഥൻ N, അതാണ് ഓർത്തു വെക്കുക. അപ്പം ഇത്രയും ഇനി അറ്റോർണി ജനറൽ, ഓക്കെ, അതുകൂടെ ഓർത്തു വെക്കണം. അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് R വെങ്കിട്ടരാമണിയാണ്. ഓർത്തു വെക്കാം, അറ്റോർണി ജനറൽ, അതായത് ഈ അറ്റോർണി ജനറൽ പഠിക്കുമ്പോൾ ഓർത്തു വെച്ചോണം, അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ്, അതായത് ഏറ്റവും ടോപ്പ് അല്ലെങ്കിൽ ഏറ്റവും ഹയർ ലീഗൽ ആയിട്ടുള്ള അതോറിറ്റിയാണ് അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞ പൊസിഷൻ. ആ പൊസിഷനിൽ ഇരിക്കുന്നത് R വെങ്കിട്ടരാമണിയാണ്. തൊട്ട് താഴെ വരുന്നൊരു പൊസിഷനാണ് സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്, അതായത് സെക്കൻഡ് ലോ ഓഫീസർ. ഫസ്റ്റ് ലോ ഓഫീസർ അറ്റോർണി ജനറൽ ഡോക്ടർ R വെങ്കിട്ടരാമണി. ദെൻ സെക്കൻഡ് ലോ ഓഫീസറാണ് സോളിസിറ്റർ ജനറൽ എന്ന് പറയും, അത് തുഷാർ മേത്തയാണ്. ഇപ്പോൾ തുഷാർ മേത്ത. ഇനി NHRCയുടേത് ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ. അപ്പൊ ഇത്രയും പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുന്നു. അടുത്തത്, വിച്ച് കൺട്രി ഹോസ്റ്റഡ് 2026 വിന്റർ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏത് രാജ്യമാണെന്നുള്ളതാണ്. അത് ശരിക്കും ഇറ്റലിയാണ്. മിലൻ ആൻഡ് കോർട്ടിന, ഇറ്റലിയിലെ മിലൻ ആൻഡ് കോർട്ടിന എന്ന് പറയുന്ന 2 സിറ്റിയിലാണ് 2026 വിന്റർ ഒളിമ്പിക്സ് നടന്നത്. ഇനി അതിന്റെ മോട്ടോ എന്ന് പറയുന്നത് ഇറ്റ്സ് യുവർ വൈബ് എന്നുള്ളതായിരുന്നു. ടോട്ടൽ സ്പോർട്സ് ഐറ്റം 8 എണ്ണമാണ്. ഇത്തവണത്തെ വിന്റർ ഒളിമ്പിക്സ് 2026 വിന്റർ ഒളിമ്പിക്സിൽ പുതിയതായിട്ടൊരു സ്പോർട്സ് ഐറ്റം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സ്കൈ മൗണ്ടനിയറിംഗ് എന്ന് പറയുന്ന ഒരു സ്പോർട്ട് ഐറ്റം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇന്ത്യയിൽ നിന്നും 2 പേര് പോയിട്ടുണ്ട്, ആരിഫും അതുപോലെ തന്നെ സ്റ്റാൻസിനും. ഓർത്തു വെക്കാം, ആരിഫ് മുഹമ്മദും സ്റ്റാൻസിനും ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ടെന്നും കൂടെ ഓർത്തു വെക്കാം. അപ്പൊ 2026 വിന്റർ ഒളിമ്പിക്സ് ഇറ്റലിയിൽ വെച്ച് നടന്നു. ഇറ്റലിയിലെ മിലൻ ആൻഡ് കോർട്ടിന എന്ന് പറയുന്ന 2 സിറ്റിയിൽ വെച്ചിട്ട്. ദെൻ ഇറ്റ്സ് യുവർ വൈബ് എന്നുള്ളതായിരുന്നു അതിന്റെ മോട്ടോ. ടോട്ടൽ 8 സ്പോർട്സ് ഐറ്റം ആണുള്ളത്. അതിൽ ഇത്തവണ പുതിയതായിട്ടൊരു ആഡ് ചെയ്യപ്പെട്ടത് സ്കൈ മൗണ്ടനിയറിംഗ് എന്ന് പറയുന്നതാണ്. ഇന്ത്യയിൽ നിന്ന് ആരിഫും അതുപോലെ സ്റ്റാൻസിനും പോയിട്ടുണ്ടെന്ന് ഓർത്തു വെക്കാം. ഇനി അതിന്റെ മെഡൽ ടേബിൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നോർവേ ആണ്. രണ്ടാമത് USA, മൂന്നാമത് നെതർലൻഡ്. നോർവേക്ക് ടോട്ടൽ 41 മെഡൽ, ദെൻ USA-ക്ക് 33 മെഡൽ, നെതർലൻഡിന് 20 മെഡൽ. അങ്ങനെ നോർവേ, USA, നെതർലൻഡ്, നോർവേ വഴി USA, നെതർലൻഡ്, നോർവേ, USA, നെതർലൻഡ്.
ദെൻ അടുത്ത് നമ്മൾ നോക്കുന്നത് വിച്ച് ടീം വൺ ദ ടൈറ്റിൽ ഓഫ് 2026 വുമൻസ് പ്രീമിയർ ലീഗ്. വുമൻസ് പ്രീമിയർ ലീഗ് WPL, നമുക്ക് എല്ലാവർക്കും അറിയാം WPL. അതിന്റെ ടൈറ്റിൽ വിൻ ചെയ്തത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഓർത്തുവെക്കുക, ചാമ്പ്യൻ ആയത് ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. റണ്ണറപ്പ് ആയത് ഡൽഹി ക്യാപിറ്റൽസ് ആയിരുന്നു. ഡൽഹി ക്യാപിറ്റൽസ് റണ്ണറപ്പായി, പക്ഷെ ചാമ്പ്യൻ ആയത് ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ദെൻ ഇതിൽ പ്ലെയർ ഓഫ് ദ സീരീസ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് സോഫിയാണ്. സോഫി, ഗുജറാത്ത് ജയന്റിന്റെ സോഫി. ദെൻ ഏറ്റവും കൂടുതൽ നമ്മളുടെ റണ്ണ് നേടിയ ആരാന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ സ്മൃതി മന്ദാനയാണെന്ന് ഓർത്തു വെക്കാം. അപ്പൊ സോഫിയും സ്മൃതിയും WPL വുമൻസ് പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സിൽ സ്മൃതിനെ ഓർത്തു വെക്കാം. സോഫി സ്മൃതി. ഓക്കെ, സോഫിയും സ്മൃതി മന്ദാനെ ഓർത്തു വെക്കാം. അപ്പൊ WPL റോയൽ ചലഞ്ചേഴ്സിനെ ഓർക്കണം, സോഫിനെ സ്മൃതിനെ ഓർക്കണം. ദെൻ അടുത്തത് 2025-26 സന്തോഷ് ട്രോഫി. അത് കിട്ടിയത് ആർക്കാണെന്നുള്ളതാണ്. ഇതിന് ചാമ്പ്യൻ ആയത് സർവീസസ് ആണ്. സർവീസസിന് 8ാമത്തെ ടൈറ്റിലാണ് ശരിക്കും കിട്ടുന്നത്. അതിനകത്ത് റണ്ണറപ്പിനെ ഒന്ന് ഓർത്തു വെക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ കേരളമായിരുന്നു. ഓർത്തു വെക്കുക, സന്തോഷ് ട്രോഫി എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. അതിന്റെ ഫൈനൽ നടന്ന അസമിലായിരുന്നു. അതിൽ വിന്നേഴ്സ് ആയത് സർവീസസ് ആണ്. 8ാമത്തെ ടൈറ്റിൽ ആണ് ഇവർക്ക്, അല്ലെങ്കിൽ 8ാമത്തെ തവണയാണ് ഇവർ ശരിക്കും ഇത് വിൻ ചെയ്യുന്നത്. റണ്ണറപ്പ് ആയത് കേരള. ഇതിൽ ബെസ്റ്റ് പ്ലെയർ ആയത് ആരാന്ന് വെച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത് ആരാണ്? ഹിമാൻഷു ജാംഗ്ര. ഓർത്തു വെക്കുക, ഹിമാൻഷു ജാംഗ്ര. അപ്പൊ സർവീസസ്, സന്തോഷ് ട്രോഫി, സർവീസ് എളുപ്പമാണ്. എസ് ആണ് സന്തോഷും സർവീസും. സന്തോഷിന്റെ സർവീസ് കൊണ്ട് അങ്ങനെ അവരെന്ത് ചെയ്തു? ചാമ്പ്യൻ ആയെന്ന് ഓർത്തു വെക്കുക. സന്തോഷിന്റെ സർവീസിൽ അസാമിൽ വെച്ച് സന്തോഷ് ട്രോഫിക്കകത്ത് അവർ ചാമ്പ്യൻ ആയെന്ന് ഓർക്കുക. സന്തോഷും സർവീസും. നെക്സ്റ്റ് രഞ്ജി ട്രോഫിയാണ്. രഞ്ജി ട്രോഫി എന്ന് പറയുന്നത് ശരിക്കും ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. രഞ്ജി ട്രോഫി 2026 കൊണ്ടുപോയി ജമ്മു ആൻഡ് കാശ്മീർ ആദ്യമായിട്ട്, ഇങ്ങനെ ഓർത്തു വെക്കാമല്ലോ, രഞ്ജി ട്രോഫി ആദ്യമായിട്ട് ജമ്മു ആൻഡ് കാശ്മീർ സ്വന്തമാക്കി. ജമ്മു ആൻഡ് കാശ്മീരിന് ഫസ്റ്റ് ടൈറ്റിലാണ് രഞ്ജി ട്രോഫി 2026 നേടുന്നത്. ദെൻ കർണാടക റണ്ണറപ്പായി. പ്ലെയർ ഓഫ് ദ സീരീസ് എന്ന് പറയുന്നത് അക്യുബ് നബിയാണ്. ജമ്മു ആൻഡ് കാശ്മീരിന്റെ തന്നെ പ്ലെയർ ആണ്. മോസ്റ്റ് റൺസ് എടുത്തത് പക്ഷെ കർണാടകക്കാരനായിട്ടുള്ള രവിചന്ദ്രൻ സ്മാരൻ. ഓക്കെ, അത് ഓർത്തു വെക്കുക. രഞ്ജി ട്രോഫി ആദ്യമായിട്ട് ജമ്മു ആൻഡ് കാശ്മീർ കൊണ്ടുപോയി. നെക്സ്റ്റ്, വിച്ച് കൺട്രി ഹോസ്റ്റഡ് ഇമ്പാക്ട് സബ്മിറ്റ് 2026? ഇമ്പാക്ട് സബ്മിറ്റ് 2026 നടന്നത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക നമ്മുടെ ഇന്ത്യയിലാണ്. ഇമ്പാക്ട് സബ്മിറ്റ് 2026 നടന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ ഇന്ത്യയിലാണ്. അത് നടന്നത് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ചിട്ടാണ്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ചിട്ടാണ് ഇമ്പാക്ട് ഉച്ചകോടി നടന്നത്. ദെൻ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ നരേന്ദ്രമോദിയാണ്. ദെൻ അതിന്റെ തീം സർവജൻ ഹിതായ, സർവജൻ സുഖായ, വെൽഫെയർ ഫോർ ഓൾ, ഹാപ്പിനെസ് ഫോർ ഓൾ എന്ന് പറയുന്നതാണ് അതിന്റെ തീം. സർവജൻ ഹിതായ, ദെൻ സർവജൻ സുഖായ. ദെൻ ഇനി ഇവിടെ ഒരു 3 പില്ലേഴ്സ് പറയുന്നുണ്ട്. ദ 3 സൂത്ര അല്ലെങ്കിൽ 3 പില്ലേഴ്സ് ഓഫ് ഇമ്പാക്ട് സബ്മിറ്റ് 2026: പീപ്പിൾ, പ്ലാനറ്റ് ആൻഡ് പ്രോഗ്രസ്. ദെൻ ഇനി 2027 എവിടെ നടക്കുന്നറിയോ? സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ചിട്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്ഡ് എ പ്രപ്പോസൽ ടു റീനെയിം കേരള എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്ന മലയാളം ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന കേരളമാക്കി മാറ്റി. ഓക്കെ, അത് നമുക്കറിയാം. അത് ഇവിടുന്ന് ചോദിക്കാൻ ഒരു സാധ്യതയില്ല. പക്ഷേ അതുമായിട്ടുള്ള ആർട്ടിക്കിൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആർട്ടിക്കിൾ 3, അതായത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക, ഒരു പുതിയ സ്റ്റേറ്റിന്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ ഏരിയ ഓൾട്ടർ ചെയ്യുക, അല്ലെങ്കിൽ ബൗണ്ടറീസ് ചേഞ്ച് ചെയ്യുക, അതിന്റെ പേര് ചേഞ്ച് ചെയ്യുക, ഇങ്ങനെയൊക്കെ വരുമ്പം അത് ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതെന്നറിയോ? ആർട്ടിക്കിൾ 3. ആർട്ടിക്കിൾ 3 ബേസ് ചെയ്തിട്ടാണ് ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്, ഓൾട്ടറേറ്റ് ദ ഏരിയ, ചേഞ്ച് ദ ബൗണ്ടറി, ദെൻ ചേഞ്ച് ദ നെയിം. അപ്പൊ ഈ പറയുന്ന കേരളമായത് ഏത് ആർട്ടിക്കിൾ ബേസ് ആണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 3 ആണ്. ഓർത്തു വെക്കുക, കുഞ്ഞി ആർട്ടിക്കിൾ 3. ദെൻ അടുത്തത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു സാധനം, രാംസാർ കൺവെൻഷനുമായിട്ട് അല്ലെങ്കിൽ രാംസാർ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് നമ്മൾക്കറിയാം, തണ്ണീർത്തട സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കൺവെൻഷനാണ് രാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ വെറ്റ്ലാൻഡ്സിന് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസിനെ കുറിക്കുന്ന കൺവെൻഷനാണ്. ഇത് സൈൻ ചെയ്തത് 2 ഫെബ്രുവരി 1971 ഇറാനിലെ രാംസാറിൽ വെച്ചിട്ടാണ്. 1975 ഡിസംബർ 21 പക്ഷെ ഇത് നിലവിൽ വരുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് ടോട്ടൽ 100 രാംസാർ സൈറ്റ്സ് ഉണ്ട്. ജയ് ഇന്ത്യ ഓർത്തു വെച്ചാൽ മതി. ജയ്പ്രകാശ് നാരായണൻ ബേർഡ് സാങ്ച്വറിയാണ് 100ാമത്തെ രാംസാർ സൈറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ രാംസാർ സൈറ്റിൽ ഇന്ത്യയിലുള്ളത് തമിഴ്നാട്ടിലാണ്, 20 ഉണ്ട്. തൊട്ട് ബാക്കിൽ നമ്മുടെ ഉത്തർപ്രദേശ് ഉണ്ട് 13 രാംസാർ സൈറ്റുമായിട്ട്. ഓക്കെ, അപ്പോൾ ഓർത്തു വെക്കുക, ഇവിടെ ഈ ഒരു ഇമേജിൽ കുറച്ച് സ്ഥലത്തിന് വേരിയേഷൻ ഉണ്ട്, അത് ശ്രദ്ധിച്ചോണം. അപ്പൊ 100ാമത്തേത് ഏതാണ്? ജയ്പ്രകാശ് നാരായണൻ ബേർഡ് സാങ്ച്വറി അല്ലെങ്കിൽ സുർഹ താൽ എന്ന് പറയും. അത് ഉത്തർപ്രദേശിലാണ്. ഈ ജൂണിലായിരുന്നു അതിനെ 100ാമത്തെ രാംസാർ സൈറ്റ് അടങ്ങിയിരിച്ചത്. ദെൻ ഷേഖ ജീൽ ബേർഡ് സാങ്ച്വറി, അതും ഉത്തർപ്രദേശിലാണ്. അത് ഏപ്രിലായിരുന്നു.
ദെൻ അതുപോലെ ചാരി ധൺ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത് ഓർത്തു വെക്കാം, അത് ഗുജറാത്തിലാണ്. ഗുജറാത്ത് അത് ജനുവരിയിലാണ് കിട്ടിയത്. പാട്ന ബേർഡ് സാങ്ച്വറി അതും ഉത്തർപ്രദേശാണ്, അത് ജനുവരിയിലായിരുന്നു. ദെൻ അതിന് തൊട്ട് താഴെയായിട്ട് സിലിസർ എന്ന് പറഞ്ഞ 96ാമത്തെ സിലിസർ, അത് രാജസ്ഥാനിലുള്ളതാണ്. ദെൻ ഇനി കുറച്ചുകൂടെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ കൊപ്ര എന്ന് പറയുന്നുണ്ട്, ജൊഗാബിയിലുണ്ട്. ദെൻ ഇത് അവസാനത്തെ ഈ 5 എണ്ണമെങ്കിലും കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. 100ാമത്തെ ജയ് മറക്കരുത്, ഇന്ത്യ ജയ് 100ാമത്തെ രാംസാർ സൈറ്റ് അത് ഉത്തർപ്രദേശാണ്. 99 ഷെക്കാജിൽ ഉത്തർപ്രദേശാണ്. 98ാമത്തെ ചാരിദണ്ഡ് എന്ന് പറയുന്നത് ഗുജറാത്താണ്. ദെൻ പാട്ന ബേർഡ് സാങ്ച്വറി അതും ഉത്തർപ്രദേശിൽ തന്നെയാണ്. ദെൻ സിൽസർ എന്ന് പറയുന്നത് അതെവിടെയാണ്, അത് വരുന്നത് അതാണ് ശരിക്കും രാജസ്ഥാൻ വരുന്നത്. അപ്പൊ ഇത്രയും കൃത്യമായിട്ട് ഓർത്തു വെക്കാം. Next, which Indian film won a BAFTA award in 2026? Very important. First Indian film to win a BAFTA in Best Children and Family Film category കിട്ടിയിരിക്കുന്ന ബൂയിങ് എന്ന് പറയുന്ന ഒരു മണിപ്പൂരി ഫിലിമാണ്. ഓർത്തു വെക്കുക, ബെസ്റ്റ് ചിൽഡ്രൻ ആൻഡ് ഫാമിലി ഫിലിം കാറ്റഗറിയിൽ ബൂയിങ് എന്ന് പറയുന്ന മണിപ്പൂരി ഫിലിമിനാണ് ആദ്യമായിട്ട് ബാഫ്ത അവാർഡ് കിട്ടുന്നത്. ഓക്കെ, ഇതിന്റെ ഡയറക്ടർ ആരാന്നറിയോ? ലക്ഷ്മി പ്രിയ ദേവി. ഇത് പ്രൊഡ്യൂസ് ചെയ്ത് ഫർഹാനും റിതേഷും കൂടെ കൂടി പ്രൊഡ്യൂസ് ചെയ്ത സിനിമ ലക്ഷ്മി പ്രിയ ഡയറക്ട് ചെയ്തു. അങ്ങനെ ബൂയിങ് എന്ന് പറയുന്ന ഈ ഫിലിമിന് എന്ത് കിട്ടി? ബാഫ്ത അവാർഡ് കിട്ടി. ഇനി നമുക്ക് ബാഫ്തയെ കുറിച്ച് കൂടുതലായിട്ട് കാണാം. വിച്ച് ഫിലിം വൺ ബെസ്റ്റ് ഫിലിം അവാർഡ് അറ്റ് ബാഫ്ത അവാർഡ് 2026? ഓക്കെ, അപ്പോൾ ബാഫ്ത അവാർഡ് എന്താണ്? ബാഫ്ത അവാർഡ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് അക്കാഡമി ഫിലിം അവാർഡ് അല്ലെങ്കിൽ ബാഫ്ത അവാർഡ് 79ാമത്തെ അവാർഡായിരുന്നു. ദെൻ ഇതിൽ വിന്നറായത് മോസ്റ്റ് അവാർഡ് കിട്ടിയ ഫിലിം ഏതാണെന്നറിയോ? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. 6 അടുത്ത ബെസ്റ്റ് ആക്ടർ റോബർട്ട് അറാമായോ. ദെൻ അത് ഐ സ്വെയർ എന്ന് പറയുന്ന ഫിലിമിൽ. ബെസ്റ്റ് ആക്ട്രസ് ഹാംലെറ്റ് എന്ന് പറയുന്ന ഫിലിമിൽ ജെസി ബക്ലിക്ക്. ബെസ്റ്റ് ഡയറക്ടർ പോൾ തോമസ് ആൻഡേഴ്സൺ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ തന്നെ. ഇനി ഇത് പഠിക്കാൻ കുറച്ച് എളുപ്പമായിട്ട് നമുക്ക് ഓർത്തു വെക്കാനായിട്ട് നമ്മളുടെ ഓസ്കാറും കൂടെ നമുക്ക് കാണുമ്പോൾ കിട്ടും. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഓർത്തു വെക്കുക, ബാഫ്ത അവാർഡ് 2026 അത് ബ്രിട്ടീഷ് അക്കാഡമി ഫിലിം അവാർഡാണ്. അതിൽ ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയ സിനിമ എന്നറിയോ? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ബെസ്റ്റ് ആക്ടർ റോബർട്ട്, ബെസ്റ്റ് ആക്ടർ ജെസി, ദെൻ ബെസ്റ്റ് ഡയറക്ടർ പോള്. അപ്പം എന്താണ് ഇങ്ങനെ ഓർത്ത് വെക്കാം, റോബർട്ടും ജെസിയും കൂടെ തമ്മിൽ ഭയങ്കര യുദ്ധം. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ദെൻ പോൾ അതെന്ത് ചെയ്തു? ഇടപെട്ട് ശരിയാക്കി. റോബർട്ടും ജെസിയും തമ്മിലുള്ള യുദ്ധം ബാറ്റിൽ എന്ത് ചെയ്തു? പോൾ ഇടപെട്ട് ശരിയാക്കി. അപ്പൊ റോബർട്ടും ജെസിയാണ് ബെസ്റ്റ് ആക്ടറും ആക്ട്രസും, അതിൽ പോൾ ഡയറക്ടറാണ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് ഇതിന് ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയ ഫിലിം. ഇനിയിപ്പോൾ ഓസ്കാർ അവാർഡ് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ ബാഫ്ത പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് വലിയ പാടില്ല. ഇത് 98ാമത്തെ അക്കാഡമി അവാർഡായിരുന്നു ഈ ഓസ്കാർ 2026 എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ബെസ്റ്റ് ഫിലിം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ബെസ്റ്റ് ആക്ടർ മാത്രമേ മാറ്റമുള്ളൂ. ബെസ്റ്റ് ആക്ടർ പക്ഷെ മിഖായേല. അവിടുത്തെ റോബർട്ടിന് പകരം ഇവിടെ മിഖായേല. ബാക്കി എല്ലാം സിമിലറാ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ബെസ്റ്റ് ഫിലിം. ആക്ടർ മിഖായേല്, ആക്ട്രസ് ജെസി, ബെസ്റ്റ് ഡയറക്ടർ പോള്. ബെസ്റ്റ് ആനിമേറ്റഡ് ഫിലിം ഏതാണ്? കെ പോപ്പ് ഡെമോൺ ഹണ്ടേഴ്സ് എന്ന് പറയുന്നതാണ്. ബെസ്റ്റ് ഡോക്യുമെന്ററി എന്ന് പറയുന്നത് മിസ്റ്റർ നോബഡി അഗൈൻസ്റ്റ് പുടിൻ. ഓക്കെ, അപ്പോൾ വളരെ വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് ബെസ്റ്റ് ഡയറക്ടറെ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ആരാണ്? മൈക്കിൾ അല്ലെങ്കിൽ മിഖായൽ എന്ന രണ്ടും ഒരുപോലെ പ്രൊനൗൺസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓർത്ത് നോക്കുക, ബെസ്റ്റ് ആക്ടറെ മാത്രം ഓർത്താൽ മതി. ബാക്കി എല്ലാവരും സെയിമാണ്. റോബർട്ടും ജെസിയും തമ്മിലുള്ള ബാറ്റിൽ അവിടെ പോൾ റെഡിയാക്കി. ഇവിടെ പക്ഷേ അവരൊക്കെ പവരാണ്. നമ്മുടെ മിഖായലും ജെസിയും തമ്മിലായി പ്രശ്നം. റോബർട്ടും പോളും തമ്മിലുള്ള പ്രശ്നം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മിഖായലും ജെസിയും തമ്മിൽ പ്രശ്നമായി. അതും പോൾ ഇടപെട്ട് നിർത്തി. ഇനി ഇന്ത്യയും ഓസ്കാറും നോക്കാം. Which Indian origin filmmaker received 2 nomination at Oscar 2026? നമ്മളുടെ ഒരു ഇന്ത്യൻ ഒറിജിൻ ഫിലിം മേക്കറിന് 2 നോമിനേഷൻ ഓസ്കാറിൽ കിട്ടിയിട്ടുണ്ട്. അത് ആരാന്നറിയോ? നമ്മുടെ ഗീത ഗാന്ധിബർ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ ഓർത്ത് വെക്കുക, 2 നോമിനേഷൻ. ഇന്ത്യൻ ഒറിജിൻ ഫിലിം മേക്കർ ആയിട്ടുള്ള ഗീത ചേച്ചിക്ക് 2 നോമിനേഷൻ കിട്ടി. ഏതൊക്കെയാണെന്നറിയോ? പുള്ളിക്കാരുടെ ഡോക്യുമെന്ററീസ് ദ പെർഫെക്റ്റ് നെയ്ബർ, ദെൻ ദ ഡെവിൾ ഈസ് ബിസി. ഓർത്ത് വെക്കുക, ദ പെർഫെക്റ്റ് നെയ്ബറും ദ ഡെവിൾ ഈസ് ബിസി. നെക്സ്റ്റ്, വിച്ച് ഇന്ത്യൻ ആക്ട്രസ് പ്രസന്റഡ് ആൻ അവാർഡ് അറ്റ് ഓസ്കാർ 2026? അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയങ്ക ചോപ്ര. വിച്ച് ഇന്ത്യൻ ആക്ട്രസ് പ്രസന്റഡ് ആൻ അവാർഡ് അറ്റ് ഓസ്കാർ 2026? പ്രിയങ്ക ചോപ്ര. The last one, which film has been selected as India's official entry for the Oscar 2026? Very important. എന്താണ് ഇന്ത്യാസ് ഒഫീഷ്യൽ എൻട്രി ഫോർ ദ ഓസ്കാർ 2026 സെലക്ട് ചെയ്യപ്പെട്ട ഫിലിം ഏതാണ്? ഹോം ബൗണ്ട്. ഓർത്തു വെക്കുക, ഹോം ബൗണ്ട്. നല്ല ഹോം ബൗണ്ട് ആണെന്ന് ആരും ഓർത്തു വെക്കുക.
അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷനാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമ്മളുടെ ബാച്ചിലെ അതുപോലെ തന്നെ ക്രാഷ് ബാച്ചിൻ്റെ ഒക്കെ ലൈവ് സെഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തിരക്കുകൾ, അവരുടെ എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കൂടുതലായിട്ട് ചെയ്യാനൊരു ടൈം കിട്ടുന്നില്ല. എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ മാക്സിമം നമ്മളിത് ചെയ്യും. ഇനിയും ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് മാത്രമേ, ഫിലോസഫിയോ സൈക്കോളജിയോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് മാത്രമായിട്ട് നോക്കണം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇനി കറണ്ട് അഫയേഴ്സ് മാത്രം നോക്കണമെങ്കിൽ അങ്ങനെ അവൈലബിൾ ആണ്. കുറച്ച് ടൈമേ ഉള്ളൂ. ഇനി മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പറ്റും. ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ ഏറ്റവും പറയാനുള്ളത്, അടുത്ത ബാച്ചിലേക്ക് നിങ്ങൾ ആരെങ്കിലും സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈ എയിംസ് അക്കാഡമി നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷനാണ്. ഏറ്റവും ചെറിയ എമൗണ്ടിൽ, ഏറ്റവും ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച കോച്ചിങ് അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 100% പാസ് ആവാൻ പറ്റും. താങ്ക്